എല്ലാവർക്കും പെന്തക്കോസ്താ തിരുനാൾ ദിനാശംസകൾ. ഈശോയുടെ തിരുവുദ്ധാനത്തിൻ്റെ 50-ാം ദിവസമാണ് പെന്തക്കോസ്താ തിരുനാൾ ദിവസം. തൻ്റെ 33 വർഷത്തെ ജീവിതത്തിന് ശേഷം പീഡാസഹന മരണങ്ങൾക്കും ഉദ്ധാനങ്ങൾക്കും സ്വർഗാരോഹണത്തിനും എല്ലാം ശേഷം അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരിലേക്കും പരിശുദ്ധ കന്യകാമറിയത്തിലേക്കും പരിശുദ്ധാത്മാവിനെ നൽകിയ ദിവസം. അവരെ എല്ലാവരെയും അഗ്നിശുദ്ധി വരുത്തി തൻ്റെ സുവിശേഷം ലോകം മുഴുവൻ അറിയിക്കാൻ പറഞ്ഞയക്കുന്ന ദിവസം. ബൈബിളിൽ നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം ജലത്തിനുമേൽ ഉണ്ടായിരുന്നുവെന്ന ഉൽപ്പത്തി പുസ്തകം മുതൽ രാജാക്കന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധ കന്യകാമറിയം ഗർഭം ധരിക്കുന്നത്, ഈശോയെ പ്രസവിക്കുന്നത് പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ടാണ്. പിന്നീട് പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മാമോദീസ വേളയിൽ ഈശോ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇതിനെല്ലാം ശേഷം അവസാനമായി പരിശുദ്ധാത്മാവ് തീ നാളങ്ങളുടെ രൂപത്തിൽ എഴുന്നള്ളി വന്ന് ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തുന്നതും ധൈര്യപ്പെടുത്തുന്നതുമാണ് നമ്മൾ കാണുക. നമ്മൾ ഓരോരുത്തരിലും, മാമോദീസ സ്വീകരിച്ച ഓരോരുത്തരിലും പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യമുണ്ട്. അവർ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവും ദൗത്യവുമാണ് സുവിശേഷം പ്രഘോഷിക്കുക എന്നത്. സുവിശേഷമായി ജീവിക്കാനാണ് സുവിശേഷ പ്രഘോഷകൻ ആകേണ്ടത്. ഈശോയുടെ സുവിശേഷമായി ലോകമെങ്ങും പ്രസരിക്കാൻ പരിശുദ്ധാത്മാവ് തീനാളങ്ങളായി നമ്മൾ ഓരോരുത്തരിലും നിറയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പെന്തക്കോസ്താ തിരുനാൾ ദിനത്തിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.